പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ഏറ്റെടുത്ത് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത സമാധാന പ്രഭുവിൽ ഉത്തരം ഉണ്ടെന്നുള്ള സത്യം ഇതാ മറനീങ്ങുന്നു. Presenting the Prince of Peace with an uncompromising quality. We welcome you all for this program. നരകം ഉണ്ടെന്നുള്ളതിനാൽ ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ വകുപ്പുണ്ടോ? നരകം ഉണ്ടെന്നുള്ളതിന് വിശ്വസനീയ തെളിവുകളുണ്ടോ? പാതാളവും നരകവും തീപ്പൊയ്കയുമല്ല ഒരേ സ്ഥലങ്ങളാണോ? നരകം തീ കൊണ്ടുണ്ടാക്കുവാൻ കാരണമെന്ത്? മരണാനന്തര ജീവിതത്തിൽ മാനവരെ മാടി വിളിക്കുന്ന 2 സ്ഥലങ്ങൾ ഈ ജീവിതത്തിൽ തന്നെ ഉറപ്പാക്കാമോ? കർത്താവ് വെളിപ്പെടുത്തി നരകത്തിന്റെ തീ കെടുന്നില്ല. നരകത്തിന്റെ തീ കെടുന്നില്ല. കർത്താവ് ഒരു ഭാഗത്ത് പറഞ്ഞു അവിടുത്തെ തീ കെടുന്നില്ല, പുഴു ചാകുന്നില്ല. അവിടെ ശരിക്കും ഇത് ഒരു ആലങ്കാരിക പ്രയോഗമാണെന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഇത് കൃത്യമായിട്ട് ലിറ്ററൽ പ്ലേസ് ആയിട്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്. യേശുക്രിസ്തു ഭോഷ്ക് പറയില്ല. ഇപ്പോൾ ഇവിടെ ഒരു സെൻട്രൽ ജയിലുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണെന്ന് ഞാൻ പറയുന്ന പോലെ ഉള്ളൂ. നരകം ഒരു ആലങ്കാരിക പ്രയോഗമാണെന്ന് പറയുന്നത് അല്ലേ? യെസ്, നരകം വാസ്തവത്തിൽ ഒരു യാഥാർത്ഥ്യമായ ഒരു സ്ഥലമാണ്. കർത്താവിന്റെ വാക്കുകളിൽ ശ്രദ്ധിക്കുമ്പോഴൊക്കെ നമുക്കറിയാം അതൊരു യഥാർത്ഥമായ സ്ഥലമാണ്. അവൻ സൃഷ്ടിച്ചതുകൊണ്ട് അവൻ അതിനെക്കുറിച്ചുള്ള ഭീകരത വെളിപ്പെടുത്തി. ഇവിടെ ഒരു ചിന്ത വരുന്നുണ്ട്, എന്തിനാണ് ഈ നരകം തീ കൊണ്ടുണ്ടാക്കിയത്? അത് ശരിയാ. നമ്മൾ ഓർത്തു ദൈവത്തിന്റെ കോപം കാണിക്കുന്ന സ്ഥലമാണ്. തീക്ക് പകരം വേറെ എന്തെങ്കിലും ആക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ തീ അവിടെ ആക്കിയത്? മാത്രമല്ല ഈ തീ പൊയ്കയാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്, അത് നമുക്ക് എടുക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് തീ ആക്കിയത്? നമ്മൾ വെളിപാട് പുസ്തകം 19:20 വായിക്കുമ്പോൾ ഗന്ധകം കത്തുന്ന തീ പൊയ്യുന്ന നരകത്തെക്കുറിച്ച് അങ്ങനെയാ പറയുന്നത്. ബ്രൈം സ്റ്റോൺ. അതായത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആറ്റോമിക് റേഡിയേഷനിൽ കൂടെയും ഈ ഗന്ധകം കത്തുമ്പോഴും അത് ത്വക്കിലാണ് അനുഭവപ്പെടുന്നത്. സ്കിന്നിൽ ഉള്ളതായിരിക്കുന്ന അത് ഭയങ്കരമായ, കാരണം നമ്മുടെ സെൻസസ് ഒക്കെ ഈ ത്വക്കിലാണ്. ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ആദ്യം കത്തിക്കൊണ്ട് ഈ ത്വക്ക് മുറിച്ചു കഴിഞ്ഞാൽ അകത്തെ മാംസം മുറിക്കുമ്പോൾ ആ വേദന കാണത്തില്ലെന്നാണ് പറയുന്നത്. സെൻസിറ്റീവ്നെസ്. നമ്മൾ പാവം ചെയ്യുന്നതൊക്കെ ഈ സ്പർശനത്തിന് വേണ്ടിയുള്ള സുഖത്തിന് വേണ്ടിയല്ലേ? ബാഹ്യമായ എൻജോയ്മെന്റ് അല്ലേ? ഇന്ദ്രിയ സുഖങ്ങളല്ലേ? ഇന്ദ്രിയ സുഖങ്ങൾ. അതെ, ശരിയാ, ഇന്ദ്രിയ സുഖങ്ങളാണ്. മദ്യലഹരിയിൽ മാന്യനെന്നായി നടന്നു പുകയും ഗന്ധകവും എന്നകത്തും പുറത്തും പുഴുവും. ഇപ്പോൾ പുകയും ഗന്ധകവും എന്നകത്തും പുറത്തും പുഴുവും. നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ. ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ? അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരാതിരുന്നത് നിന്റെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയാണ്. ഈ മുമ്പേ വായിച്ചെടുത്തും കർത്താവ് കണ്ണിനെ കുറിച്ചും കയ്യെ കുറിച്ചും ഒക്കെ ആണല്ലോ പറയുന്നത്. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയാണ്. നീ ഈ നിയമരക്തത്തെ മലിനമെന്ന് വിചാരിച്ച് കൃപയുടെ ആത്മാവിനെ തിരസ്കരിച്ചെങ്കിൽ നിന്റെ ഇന്ദ്രിയങ്ങൾ തന്നെ വേദന അനുഭവിച്ചു. അതായിരുന്നു ദൈവത്തിന്റെ കാര്യപരിപാടി. എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ പ്രേക്ഷകരായിരിക്കുന്ന പലരുടെയും സംശയങ്ങളും ചോദ്യങ്ങളും വ്യക്തമായിട്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മറുപടി കിട്ടുകയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ലൂക്കോസ് 16:24 ആ ധനവാൻ പറയുന്നില്ലേ, ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. തീജ്വാലയുടെ യാതന ഭയങ്കരമാണ്, ബേണിംഗ്. ആ ബ്രിംസ്റ്റോൺ, അതായത് ഗന്ധകം കൂടെ കത്തുമ്പോൾ കുത്തിക്കേറുന്ന വേദനയാണ്. ഭയാനകമായ ഒരു വേദനയാണ് നരകത്തിനെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഭാഗത്ത് വായിച്ചപ്പോൾ ഇതൊരു ലേക്ക് ഓഫ് ഫയർ, ഇത് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയാണെന്ന് പറയും, ഒരു പൊയ്കയാണ്. ഞാൻ ആദ്യത്തെ ഭാഗത്തിൽ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞപ്പോൾ സോളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു 48 hours in hell എന്നും പറഞ്ഞ്
ഒരു മനുഷ്യൻ നരകത്തിൽ പോയതിനെക്കുറിച്ചുള്ള ഒരു വർണ്ണന മരണാനന്തര ജീവിതത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അത് അയാൾ സങ്കല്പം എഴുതി അച്ചടിച്ചിരിക്കുന്നതാണോ? സങ്കല്പമല്ല, അദ്ദേഹം അത് യാഥാർത്ഥ്യമായ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. മരിച്ചു എന്ന് കരുതി കുഴിച്ചിടാൻ പോയ വ്യക്തിയാണ് വീണ്ടും ജീവിച്ചു വന്നത്. അത് സാർ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ആ ക്ലിനിക്കൽ ഡെത്തിന് വിധേയപ്പെട്ട ആളായിരിക്കും. ക്ലിനിക്കൽ ഡെത്തിന് വിധേയപ്പെട്ട ആളാണ് അദ്ദേഹം. ഈ നരകത്തിന്റെ വാതിൽ വരെ ചെന്നെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനോട് കൃത്യമായ സംഭവം. ഞാൻ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. നരകത്തിന്റെ കവാടത്തിൽ താൻ ചെന്ന് നരകത്തിലോട്ട് പോയില്ല, അതിനു മുമ്പ് താൻ തിരിച്ചു വന്ന് ജീവിച്ചു. താൻ കണ്ടത് ഈ തിരമാലകൾ പൊങ്ങുന്നത്, സമുദ്രത്തിലെ തിരമാലകൾ പൊങ്ങുന്നത് പോലെ തീജ്വാലയുടെ ഈ തിരകളിങ്ങനെ പൊങ്ങുകയാണ്. ഈ പൊങ്ങുന്ന കൂട്ടത്തിൽ മനുഷ്യനും പൊങ്ങുന്നുണ്ട്. അവർ പൊങ്ങുന്നു, വീണ്ടും മുങ്ങുന്നു. അവർ പൊങ്ങി ചോദിക്കുന്നത് വെള്ളത്തിനു വേണ്ടി യാചിക്കുന്നു. തീജ്വാലയാലെന്റെ നാവു വരളുന്നേ, ഒരിറ്റു വെള്ളം തരണേ. അബ്രാം പിതാവേ ലാസറിൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ. അബ്രാം പിതാവേ ലാസറിൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ. നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ. ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ? വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വായിച്ച് വെളിപാട് പുസ്തകം 19:20 ഗന്ധം കത്തുന്ന തീപ്പൊയ്ക. ഗന്ധം കത്തുന്ന തീപ്പൊയ്ക. ഇറ്റ്സ് എ ലേക്ക് ഓഫ് ഫയർ. ലേക്കാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നരകത്തിൽ വീണാൽ അവൻ്റെ കണ്ണിലും മൂക്കിലും കാതിലും ഒരു വെള്ളത്തിൽ വീണാൽ എല്ലായിടത്തും കയറുന്ന പോലെ അവനെ മുഴുവൻ ആ തീ ജ്വാല പൊതിയുക. തീയാൽ അങ്ങോട്ട് ഒരു ഉപ്പിടുന്ന ഒരു അനുഭവം അല്ലേ? ഉപ്പിടുന്ന അനുഭവം. അത് നിത്യതയുള്ള ബന്ധത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നിത്യമാണ്. എന്നാൽ ഇവിടെ ഞാൻ വായിച്ച ഒരു ഭാഗം എന്നെ വളരെ ചിന്തിപ്പിക്കുകയുണ്ടായി. ശാസ്ത്രലോകം ഈ വിധത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു കൂട്ടം ഈ ജ്വാല പോലെ കിടക്കുന്ന, നദി പോലെ കിടക്കുന്ന ഒരു ലേക്ക് ഓഫ് ഫയർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അത് നരകത്തിന്റെ ലക്ഷണമായിട്ട് ശാസ്ത്രലോകം കണ്ടെത്തിയതായിട്ടാണോ മനസ്സിലാക്കേണ്ടത്? ഇത് നരകമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു ഈ വിവരണം തരുന്ന അങ്ങനത്തെ ചില പ്രതലങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അതായത് ന്യൂയോർക്കിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു തീസിസ് സമർപ്പിച്ചു. അത് C.T. സ്ക്വാർഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അത് സമർപ്പിച്ചത്. അദ്ദേഹം സമർപ്പിച്ചത് മത്തായി 25:41 വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയ. മത്തായി 25:41. ഞാൻ അതൊന്ന് വായിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്. മത്തായി 25:41. ഞാനൊന്ന് വായിച്ചോട്ടെ സാറേ? വായിച്ചാട്ടെ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. നിത്യാഗ്നി തന്റെ തീസിസ് അതായിരുന്നു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി സമർപ്പിച്ച തീസിസാണ്. ഞാൻ ആ തീസിസിന്റെ രക്തചുരുക്കം പറയാം. ഒരു തീസിസിന്റെ വിഷയം ഈ നിത്യാഗ്നി എന്നുള്ള നിത്യാഗ്നി എന്നുള്ളതായിരുന്നു വിഷയം. അത് ഞാൻ ആദ്യം കേൾക്കുന്നത്. അത് രസകരമായ ഒരു തീസിസ് ആയിട്ട് എനിക്ക് തോന്നിയുണ്ട്. ഞാനത് കുറിച്ചു വെക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് നിത്യാഗ്നി എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള തീസിസ് ആദ്യമായിട്ടായിരിക്കും കേൾവിക്കാരും കേൾക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം എന്നും നിലനിൽക്കുന്ന ഒരു തീയാണെന്നാണ് താൻ അവിടെ ഇത് തെളിയിക്കുന്നത്. താൻ ആ തെളിയിക്കുമ്പോൾ വെളിപാട് 20:14 യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ലിക്വിഡ് ഫോമിലാണ്, ഇതൊരു ദ്രാവക രൂപത്തിലാണ്. ലേക്ക് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ, തീ പൊയ്ക എന്ന് പറയുമ്പോൾ അതൊരു ലിക്വിഡ് ഫോമിലായിരിക്കണമല്ലോ. താന് പ്രപഞ്ചത്തിൽ ഒരു കൂട്ടം നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നു. ആ നക്ഷത്ര കൂട്ടത്തിന് പറയുന്നത് വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ മിഡ്ജറ്റ് സ്റ്റാർസ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ആസ്ട്രോണമി അറിയാവുന്നവർക്കറിയാം, അതിൽ ആ പദപ്രയോഗമുണ്ട്. മിഡ്ജറ്റ് സ്റ്റാർസ് എന്നും വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് എന്നും. വെളുത്ത കുള്ള നക്ഷത്രങ്ങൾ എന്നാണ് അതിന്റെ പേര്. ആ നക്ഷത്രങ്ങൾ വെളുത്തിരിക്കുന്നുണ്ടാണോ അങ്ങനെ പറയുന്നത്? കുള്ള നക്ഷത്രങ്ങൾ. അതിന്റെ കാരണം ഞാൻ പറയാം. കുള്ള നക്ഷത്രങ്ങൾ, അതായത് നക്ഷത്രങ്ങൾ വലുതാണ്. നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ. എന്നാൽ ആ നക്ഷത്രങ്ങളെ ഞെക്കി 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 കൊണ്ടുവന്ന് അവരെ കുള്ളന്മാരാക്കിയ പോലുള്ള പ്രതീതിയായി. ശരി. നമ്മളൊരു റബ്ബർ ബോള്, മുഴുവൻ റബ്ബർ, അകത്തുമൊക്കെ റബ്ബറാണ്, അതിനെ നമ്മൾ അങ്ങോട്ട് ഞെക്കി 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 ചെറുതാക്കിയാൽ, സ്ക്യൂസ് ചെയ്താൽ അവിടെ സംഭവിക്കുന്നത് എന്നാണെന്നറിയോ? എനോർമസ് ഡെൻസിറ്റി, ഭയങ്കര സാന്ദ്രത ഉണ്ടാവും. ഇതുപോലെ ഈ നക്ഷത്രങ്ങളെ ചെറുതാക്കി. ഭൂമി, ഉദാഹരണമായിട്ട് ഭൂമിയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 8000 മൈലാണ്.
ഈ 8000 മൈലുള്ള ഭൂമിയുടെ ഡയമീറ്ററിനെ 400 മൈലാക്കിയെന്ന് വിചാരിക്കുക. എന്തൊരു സാന്ദ്രതയായിരിക്കും, പ്രഷർ ഉണ്ടാകും. ഇങ്ങനെ എന്തോ കാരണത്താൽ ഇങ്ങനെ വലിപ്പത്തിൽ നിന്ന് ചെറുതായി പോയ ഒരു കൂട്ടം നക്ഷത്രങ്ങളുടെ പേരാണ് കുള്ള നക്ഷത്രങ്ങൾ, വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ്. ഇങ്ങനെ എന്തോ കാരണത്താൽ ഇങ്ങനെ വലിപ്പത്തിൽ നിന്ന് ചെറുതായി പോയ ഒരു കൂട്ടം നക്ഷത്രങ്ങളുടെ പേരാണ് കുള്ള നക്ഷത്രങ്ങൾ, വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ എനോർമസ് പ്രഷർ കൊണ്ട് മറ്റൊരു സംഭവം ഉണ്ടായി, ചൂടുണ്ടായി. സൂര്യന് അതിന്റെ മധ്യത്തിലുള്ള ചൂട് കണക്കാക്കിയിരിക്കുന്ന ഒരു തെർമോമീറ്റർ കൊണ്ടും അളക്കാൻ സാധിക്കില്ല. എന്നാൽ ശാസ്ത്രലോകം അതിന്റെ നീളവും ഇതൊക്കെ വെച്ച് അകലമൊക്കെ വെച്ചിട്ട് ഇതിനെ കണക്കാക്കുന്ന ഏതാണ്ട് 25 ദശലക്ഷത്തിനും 30 ദശലക്ഷത്തിനും ഡിഗ്രി ഫാരൻഹീറ്റിന് ഇടയ്ക്കാണ് സൂര്യന്റെ ചൂട്. 25 ദശലക്ഷത്തിനും 30 ദശലക്ഷത്തിനും ഡിഗ്രി ഫാരൻഹീറ്റിന് ഇടയ്ക്കാണ്. നമ്മളൊന്ന് ചിന്തിച്ച് അതിന്റെ ചൂട്. അത് ഏതാണ്ട് ഇതുപോലത്തെ ചൂടില് ഈ ഡ്വാർഫ് സ്റ്റാർസ്, ഈ കുള്ള നക്ഷത്രങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കരമായ ചൂട് മൂലം ആറ്റംസ് എക്സ്പ്ലോഡ് ചെയ്തു. ഒരു ആറ്റം എന്ന് പറയുമ്പോൾ അതിന് ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഒക്കെ ഉണ്ട്. ഇത് എക്സ്പ്ലോഡ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് അതിൽ നിന്ന് വേർപെട്ടു. ഇലക്ട്രോൺസ് വേർപെട്ടിട്ട് ഇത് തിരിച്ചു വരാൻ കഴിയുന്നില്ല. കാരണം ഈ പ്രഷർ മൂലം ഒരുപാട് എക്സ്റേസ് ഈ ആറ്റമിൽ നിന്ന് പുറപ്പെട്ടു. ഈ എക്സ്റേസ് പുറപ്പെട്ടതോടുകൂടെ ഈ ആറ്റമിന് തിരിച്ചു വന്ന് ഇലക്ട്രോൺ തിരിച്ചു വന്ന് ആറ്റമാകാൻ സാധിക്കാതെ വരുന്നു. സാധിക്കാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ ഭയങ്കരമായ ചൂട് കൊണ്ട് ഏത് സാധനവും ഗ്യാസിലായി ഫോമിലായി മാറും. എന്നാൽ ഈ ഗ്യാസ് ഫോം പ്രഷറൈസ് ചെയ്യുമ്പോൾ അത് ലിക്വിഡ് ഫോമിലാവും. നമ്മുടെ ഗ്യാസ് സിലിണ്ടർ കുലുക്കി നോക്കിയാൽ അറിയാമല്ലോ നമുക്ക്, ഒരു ലിക്വിഡ്. എന്നാൽ അത് ഗ്യാസ് അല്ലേ? അത് പ്രഷർ കൊണ്ട് ഗ്യാസിനെ ലിക്വിഡ് ആക്കിയിരിക്കുക, ഗ്യാസ് ആക്കിയത് എന്ന് പറഞ്ഞ പോലെ ഈ കുള്ള നക്ഷത്രങ്ങളില് ഈ എന്തുകൊണ്ടോ ഈ ഫിനോമിന കൊണ്ട് ഇതിനെ ചെറുതാക്കിയപ്പോൾ ഭയാനകമായ ചൂടുണ്ടായിട്ട് അതിന്റെ ആറ്റംസ് എക്സ്പ്ലോഡ് ചെയ്തിട്ട് അതിന് വീണ്ടും കൂടാൻ സാധിക്കാതെ ഇത് വേപ്പറായി. എന്നാൽ ഈ വേപ്പറായത് ഭയങ്കരമായ പ്രഷർ കൊണ്ട് അത് ലിക്വിഡായിപ്പോയി. ഒരു ലിക്വിഡ് ഫയർ പോലെ, ലിക്വിഡ് ഫയർ ആണത്. അത് തിളച്ചു മറിയുന്ന ലിക്വിഡ് ഫയറാണ്. എന്നാൽ ഇവിടെ വേറൊരു ചോദ്യം വന്നേക്കാം, ഇതെന്തുകൊണ്ട് തണുത്തുകൂടാ? ഈ തീസിസിൽ അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്, ഇത് തണുക്കണമെങ്കിൽ വീണ്ടും ഇത് തണുക്കുമ്പോൾ പഴയ ആ വലുപ്പത്തിൽ ഇത് വരണം, പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരണം, അവസ്ഥയിലേക്ക് വരണം. എന്നാൽ പഴയ അവസ്ഥയിലേക്ക് അതിന് വരാൻ സാധിക്കാത്തതിന്റെ കാരണം ഇതിനും വലുതായാലും ഇതുപോലുള്ള പ്രഷർ ഇതിന് അനുഭവപ്പെടുക. ഈ സൈസ് എനോർമസ് ഹീറ്റ് ഇതിൽ നിന്നുണ്ടാകും. ഹീറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് ഇതിന് തണുക്കാനും ഒക്കത്തില്ല, പഴയ സ്ഥിതിയിലേക്ക് പോകാനും പറ്റില്ല, പഴയ സ്ഥിതിക്കും പോകാനൊക്കത്തില്ല, ഇതില്ലാതെ പോകാനൊക്കത്തില്ല. ഇത് ഒരു 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 തീ പൊയ്ക പോലെ ഈ ഗ്യാസ് ലിക്വിഡായി തിളച്ചു മറിയുന്ന അവസ്ഥയിൽ കിടക്കുന്ന താണ് കുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ദൈവം വെളിപ്പെടുത്തി ഇതാണ് നരകമെന്ന് ഞാൻ പറയുന്നില്ലേ, പക്ഷെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചപ്പോൾ, ഈ നരകത്തെക്കുറിച്ചുള്ള ബൈബിൾ വിശദീകരണത്തിൽ കർത്താവ് പറഞ്ഞ നിത്യാഗ്നി, അഗ്നി നരകം എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ചിത്രകാരന്റെ ചിത്രീകരണത്തിലൂടെ പറയുന്ന ഒരു കാര്യമല്ല. ഇതുപോലത്തെ ഉദാഹരണങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നുള്ളൊരു തെളിവാണ്. മാത്രമല്ല നിത്യാഗ്നി എന്നും അത് തീയാണെന്നും അത് തീ കെട്ടുപോകുന്നില്ലെന്നും പറയുമ്പോൾ അൺക്വെഞ്ചിങ് ഫയറാണ്. ഈ കുള്ള നക്ഷത്രങ്ങൾ ഒരിക്കലും ഇനി അത് കൂളിയാനൊക്കത്തില്ല. നരകം അതുപോലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, വിറകിട്ട് കത്തിക്കല്ല. ഈ നരകം എന്ന് പറയുന്നത് ഒരിക്കലും അത് അവസാനിക്കുന്നില്ല അല്ലേ? അവസാനിക്കുന്നില്ല. ആ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്നോട് ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങൾ ടെമ്പററി ആണോ, അത് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്നു. താൽക്കാലികമായി ഞാൻ വായിച്ചപ്പോൾ ഫ്രാൻസിൽ പ്രാസംഗിച്ചുകൊണ്ടിരുന്ന ഒരു സുവിശേഷ പ്രാസംഗികൻ, അഡോൾഫ് മൊനോഡ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഫ്രാൻസിൽ പ്രാസംഗിച്ചുകൊണ്ടിരുന്ന ഒരു സുവിശേഷ പ്രാസംഗികൻ, അഡോൾഫ് മൊനോഡ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഈ നരകത്തിൻ്റെ ഭീകരത മനസ്സിലാക്കിയപ്പോൾ വേദപുസ്തകം അദ്ദേഹം പരിശോധിക്കാൻ തുടങ്ങി. എന്നെങ്കിലും ദൈവം ഈ നരകത്തിൽ നിന്നൊരു വിടുതൽ കൊടുക്കുമോ അതോ ഇത് നിത്യശിക്ഷയാണോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ബൈബിളിൽ നിന്ന് കർത്താവ് പറഞ്ഞ വാക്കുകളും മറ്റും അദ്ദേഹം അപഗ്രഥിച്ചപ്പോൾ ഇതൊരു നിത്യശിക്ഷയാണെന്നും ദൈവനീതിയുടെ ശിക്ഷയാണെന്നും മനസ്സിലായപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. അദ്ദേഹം ഇത് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ കൊടുത്തിട്ട് തൻ്റെ തലകൾ കുനിച്ചു, എൻ്റെ കരങ്ങൾ ശിരസിന് മേൽ വെച്ചു, എൻ്റെ വായ് മൗനമായിരുന്നു. ദൈവം പറഞ്ഞത് ഞാൻ അതുപോലെ അംഗീകരിച്ചു. ഒരു വാക്യമെങ്കിലും
അവനൊരു വിടുതലുണ്ടെന്ന് മനസ്സിലായിരുന്നെങ്കിൽ അതെടുക്കാം. ഇല്ല എന്ന് അദ്ദേഹം കണ്ടപ്പോൾ ആ ശിരസ് കുനിച്ച് മൗനമായിരുന്ന് താൻ ആ സത്യം അംഗീകരിച്ചു, താൻ വിശ്വസിച്ചു, അംഗീകരിച്ചു. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കാം. ഇത് വാസ്തവത്തിൽ ഇത് പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിൽ മനുഷ്യൻ കടന്നുപോയി ഒരിക്കലും അവന് വിടുതലില്ല എന്ന് പറയുമ്പോൾ എന്തോ അതിന്റെ ഭീകരത എന്താണ്? നമ്മുടെ സങ്കല്പത്തിനപ്പുറമായ ഒരു ഭയാനകമാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു വന്ന് ക്രൂശിൽ മരിക്കുന്നത്. ഈ ഭയാനകമായ അവസ്ഥയിൽ മനുഷ്യൻ പോകരുത്. ഇനി ചോദിച്ച ചോദ്യം, ഇത് നിത്യമായ ഒരു ശപിക്കപ്പെട്ട അവസ്ഥയാണോ എന്നൊരു ചോദിച്ചല്ലോ. ഞാൻ ചില വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ബൈബിൾ വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചോട്ടെ. വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഏറ്റവും ഒടുവിലത്തെ പുസ്തകം അല്ലേ? ഒടുവിലത്തെ പുസ്തകം 20-ന്റെ-10. 20-ന്റെ-10. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഫോറെവർ ആൻഡ് എവർ. എന്നേക്കും. 25-ാം അധ്യായം എടുത്താട്ടെ. മത്തായി 25. 2-3 വാക്യം ഞാനൊന്ന് വായിച്ചോട്ടെ. 25-ന്റെ 41-ാം വാക്യവും 46-ാം വാക്യവും. 25-ാം അധ്യായം 41-ാം വാക്യം. യെസ്. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഇൻടു എവർലാസ്റ്റിംഗ് ഫയർ. നിത്യാഗ്നി. 46-ാം വാക്യം. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. ഇൻടു എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ്. എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ്, എവർലാസ്റ്റിംഗ് ഫയർ, എന്നേക്ക് ഫോറെവർ. ബൈബിളിൽ ഇത് വെളിപ്പെടുത്തിയിട്ടുള്ള എല്ലായിടത്തും 2 തെസ്സലോനിക്കർ 1:9 സുവിശേഷം അനുസരിക്കാത്തവർക്ക് നിത്യശിക്ഷാവധി, ഇറ്റേണൽ പണിഷ്മെന്റ്, എറ്റേണൽ ഡിസ്ട്രക്ഷൻ പണിഷ്മെന്റ്. വീണ്ടും യൂദായുടെ ലേഖനം 7-ാം വാക്യം, നിത്യാഗ്നിയുടെ ശിക്ഷാവിധി. ബൈബിള് നരകത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിടത്തെല്ലാം നിത്യമാണെന്ന് വെളിപ്പെടുത്തി. ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ P. തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു.